Hello. Good morning. Say good morning. Good morning, teacher. Say loudly. ഓർക്കെ പറയൂ. Good morning, teacher. Very good. Okay. എല്ലാവരും ഉഷാറാണല്ലേ, സ്മാർട്ടാണല്ലോ. ഓക്കെ, എന്തൊക്കെയാ വിശേഷങ്ങൾ? പറഞ്ഞേ, എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമായിരിക്കുകയാണോ? എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ടെക്സ്റ്റിലെ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നല്ല മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും ഉഷാറായിട്ട് ഇരിക്കുക അല്ലേ? നമുക്ക് ക്ലാസ് എടുത്താലോ? എടുക്കാം അല്ലേ? റെഡി അല്ലേ? റെഡി? യെസ്. സ്മാർട്ടായിട്ട് പറയണം. യെസ് അല്ലേ? ഓക്കെ, ഫൈൻ. നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഇന്ന് EVS എടുത്താലോ? EVS എടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ EVSൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഫ്രൂട്ട്സ് പഠിച്ചു, വെജിറ്റബിൾസ് പഠിച്ചു അല്ലേ? ഫ്രൂട്ട്സും പഠിച്ചു, വെജിറ്റബിൾസും പഠിച്ചു. നമുക്കിനി ഫ്രൂട്ട്സിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള ഫ്രൂട്ട് ഉണ്ട്. ജ്യൂസി ഫ്രൂട്ട് ഉണ്ട് അല്ലേ? ജ്യൂസി ഫ്രൂട്ട്. ജ്യൂസി ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താ? നല്ല ജ്യൂസ് ഉള്ളത്, നല്ല നമുക്ക് ജ്യൂസ് ഒക്കെ അടിച്ചു കുടിക്കാൻ പറ്റത്തില്ലേ? ജ്യൂസ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാ ഫ്രൂട്ടും ജ്യൂസി ഫ്രൂട്ട് അല്ലല്ലോ. അല്ല, എല്ലാ ഫ്രൂട്ടും ഒന്നും ജ്യൂസി ഫ്രൂട്ട്സ് അല്ല. കുറച്ച് ഫ്രൂട്ട്സ് ഒന്നും ജ്യൂസി ഫ്രൂട്ട്സ് അല്ലാത്തതും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജ്യൂസി ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിക്കാം. ഇനി നമുക്ക് ജ്യൂസി ഫ്രൂട്ട്സ് പഠിക്കാം. ജ്യൂസ് ഒക്കെ റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ആണ് ജ്യൂസി ഫ്രൂട്ട്സ്. ഓക്കെ, മക്കൾക്ക് ഏതൊക്കെയാ ജ്യൂസി ഫ്രൂട്ട്സ്? എന്തൊക്കെ ജ്യൂസാണ് കുടിച്ചിട്ടുള്ളേ? പറഞ്ഞേ മക്കൾ, എന്തൊക്കെ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്? പറയൂ. ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് അല്ലേ? ആപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടില്ലേ? കുടിച്ചിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുണ്ടാവും. ഗ്രേപ്സിന്റെ ജ്യൂസ് കുടിച്ചിട്ടില്ലേ? ഉണ്ട്, ഉറപ്പായിട്ടും കുടിച്ചിട്ടുണ്ട്. ഗ്രേപ്സിന്റെ ജ്യൂസ് ഒക്കെ എപ്പോഴും കുടിക്കണം അല്ലേ? പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? പൈനാപ്പിളിന്റെ യെല്ലോ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടില്ലേ? യെസ്, വെരി ഗുഡ്. പിന്നെയോ, ജ്യൂസൊക്കെ നല്ലതാട്ടോ. നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കുടിക്കണമല്ല, വീട്ടിലെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് കഴുകിയിട്ട് നമ്മുടെ ജ്യൂസറിൽ ഇട്ടിട്ട് അടിച്ച് കുടിക്കാം. അതാകുമ്പോൾ നല്ല ടേസ്റ്റി ജ്യൂസ് അമ്മ ഉണ്ടാക്കി തരും നമുക്ക് അല്ലേ? അതാണ് ടേസ്റ്റി. കടയിൽ പോയി കുടിക്കുന്നതൊന്നും അത്ര ടേസ്റ്റി അല്ല. അവരെന്തെങ്കിലുമൊക്കെ ചേർക്കും. അതൊന്നും നമുക്ക് വേണ്ട അല്ലേ? നമുക്ക് വീട്ടിൽ കുടിക്കുന്ന ജ്യൂസാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, നിങ്ങൾക്ക് വീട്ടിൽ നല്ല അടിപൊളി ജ്യൂസ് അമ്മ ഉണ്ടാക്കി തരും. അമ്മ അല്ലെങ്കിൽ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരും അല്ലേ? അതല്ലേ നല്ലത്? ഗ്രേപ്സ് ഒക്കെ വാങ്ങിച്ച് കുറേ നേരം നമുക്ക് കഴുകി ഒത്തിരി നേരം വെള്ളത്തിലിട്ട് അങ്ങനെ ജ്യൂസ് കുടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞു നമ്മൾ ഗ്രേപ്സിൻ്റെ ജ്യൂസ് കുടിക്കും. ഇനി ഗുവ കുടിക്കാറുണ്ടോ? ഗുവ എന്താ? ഗുവ എന്താ? ഗുവ പേരയ്ക്ക. എന്താണ് ഗുവ? പേരയ്ക്ക. ഗ്രേപ്സ് എന്താണ്? മുന്തിരിങ്ങയാണ് അല്ലേ? ഗ്രേപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അന്ന് ഗുവ പഠിച്ചിട്ടില്ലായിരുന്നു. ഗുവ എന്താണെന്ന് പറഞ്ഞേ? പേരയ്ക്ക. പേരയ്ക്ക ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഗുവയുടെ കുടിച്ചിട്ടുണ്ടോ? ഗുവ ജ്യൂസ് പേരയ്ക്കയുടെ ഇല്ല അല്ലേ? കുറച്ചേ ചിലവരൊക്കെ കുടിച്ചിട്ടുള്ളൂ, എല്ലാവരും കുടിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, പിന്നെന്താ ജ്യൂസ് നിങ്ങൾ കുടിക്കുക? വാട്ടർമെലന്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറില്ലേ? എന്താ വാട്ടർമെലൺ? ബാഗിന് വലിയത് ഗ്രീൻ കളറിലിരിക്കും, അകത്ത് നല്ല റെഡ് കളറിൽ നല്ല സ്വീറ്റി ആയിട്ടുള്ള എന്താണ് ഫ്രൂട്ടാണ്. ഏതാണ്? തണ്ണിമത്തങ്ങ. വാട്ടർമെലൺ കുടിച്ചിട്ടില്ലേ? കുടിച്ചിട്ടുണ്ട്. പിന്നെന്താ?
പിന്നെ എന്താണ് കുടിച്ച് ജ്യൂസ്? സ്ട്രോബെറിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? സ്ട്രോബെറി വെച്ചിട്ടുള്ള സ്ട്രോബെറി എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മൾ ഐസ്ക്രീംസ് എല്ലാം സ്ട്രോബെറിയൊക്കെ നമുക്ക് ഒരുപാട് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ ഉള്ള സാധനമാണ് ഇപ്പോൾ സ്ട്രോബെറി അല്ലേ. സ്ട്രോബെറി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഇല്ലേ? കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെ കുറേ വെറൈറ്റി, കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസി ഫ്രൂട്ട്സ്. നമുക്ക് ആ ജ്യൂസി ഫ്രൂട്ട്സിനെ കുറിച്ച് ഇന്ന് പഠിക്കാം. ഓക്കെ, ടീച്ചർ ഇന്ന് ജ്യൂസി ഫ്രൂട്ടിനെ ഓരോരുത്തരായിട്ട് കാണിച്ചു തന്നിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ എല്ലാവരും? റെഡിയാണ്. എല്ലാവരും ടെക്സ്റ്റ് എടുത്തോളൂ. ഇതാണ് ടെക്സ്റ്റ് എടുക്കണ്ടേ. നമ്മുടെ സെമസ്റ്റർ ടെക്സ്റ്റ് ആണ്. LKG 1 കണ്ടോ? LKG 1 നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ്. പിന്നെയോ ഇത് ഇംഗ്ലീഷിൻ്റെ ഉണ്ട് കുറച്ച് പേജിൽ. അത് കഴിയുമ്പോൾ വരുന്നത് എന്താണ്? നമുക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ പേജ് നമ്പർ 32 തൊട്ട് മാത്സ് ആണ്. 32 തൊട്ട് മാത്സ് ആണ്. കണ്ടോ? മാത്സിൻ്റെ ആണ്, മാത്തമാറ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ പേജ് നമ്പർ 58 തൊട്ടാണ് നമ്മൾ EVS സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് സെമസ്റ്റർ 1 ടെക്സ്റ്റ് നമ്പർ 1 LKG 1 എടുത്തിട്ട് പേജ് നമ്പർ 58 നിങ്ങൾ നമ്പേഴ്സൊക്കെ പഠിക്കുന്നുള്ളൂ, ടീച്ചർ അറിയാം കേട്ടോ. കുഴപ്പമില്ല, അമ്മമാരോട് അല്ലെങ്കിൽ പേരൻസിനോട് പറഞ്ഞാൽ മതി. പേജ് നമ്പർ 58 എല്ലാവരും എടുത്തോ? 58. ഓക്കെ, അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് EVS. കണ്ടോ? ഇതിലാണ് നമ്മൾ EVS എന്ന് കൊടുത്തേക്കുന്നത്. നമ്മൾ EVS എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ബുക്കാണ് EVS, എൻവയോൺമെൻറ്റൽ സയൻസ്. കേട്ടോ? നിങ്ങൾ അത്രയൊന്നും പറയാനായിട്ടില്ല, കുഞ്ഞു പിള്ളേരല്ലേ. ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. EVS അതെടുത്തല്ലോ. പേജ് നമ്പർ 58. ഒരു 59 തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടീച്ചർ ഇത് കാണിച്ചു തരട്ടെ, എല്ലാവരും നോക്കൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതിയേക്കണമെന്ന് നോക്കിയേ. EVSൻ്റെ 58 കഴിഞ്ഞു. 59 ആണ് പേജ് നമ്പർ. 59 എല്ലാവരും എടുത്തോ? 59. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ എഴുതിയേക്കുന്നത് ജ്യൂസി ഫ്രൂട്ട്സ്. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ റെഡ് കളറിൽ? ജ്യൂസി ഫ്രൂട്ട്സ്. ടീച്ചർ പറഞ്ഞില്ലേ ജ്യൂസി ഫ്രൂട്ട്സ് എന്ന്? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, ജ്യൂസി ഫ്രൂട്ട്സ്. ഓക്കെ, ഇതിലെന്താണ് ഇനി പറയുന്നത്? വി ഓൾ ലൈക്ക് ഫ്രൂട്ട്സ്. നമുക്ക് എല്ലാവർക്കും എന്താണ്? ഫ്രൂട്ട്സ് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് നമുക്ക് ഫ്രൂട്ട്സ്. അപ്പം എന്താണ്? വി ഓൾ ലൈക്ക് ഫ്രൂട്ട്സ്. ഇഷ്ടമാണെന്ന് നമുക്ക് ഫ്രൂട്ട്സ്. ദേ ആർ ജ്യൂസി ആൻഡ് ടേസ്റ്റി. എന്താണ് നമുക്കത് ഇഷ്ടപ്പെടാനുള്ള റീസൺ? എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്? ബിക്കോസ് ദേ ആർ ജ്യൂസി. ഭയങ്കര ജ്യൂസി ആണല്ലേ ഫ്രൂട്ട്സ്. ജ്യൂസ് ഉള്ളതാണ്, നല്ല ചാറുള്ളതാണ് ഫ്രൂട്ട്സ് അല്ലേ. ഇത് മാത്രമല്ല, ആൻഡ് ടേസ്റ്റി ടു. പിന്നെന്താണ്? നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ജ്യൂസിയുമാണ് ടേസ്റ്റിയുമാണ് ഫ്രൂട്ട്സ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കണത്. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ഫ്രൂട്ട് ഏതാണെന്ന് നോക്കിക്കേ. നിങ്ങൾക്കിത് അറിയില്ലേ? ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ദിസ് ഈസ് ആപ്പിൾ അല്ലേ. നമ്മൾ പഠിച്ചതല്ലേ ഫ്രൂട്ട്സ് പഠിച്ചപ്പോൾ. ദിസ് ഈസ് ആപ്പിൾ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ആപ്പിൾ? നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം അല്ലേ. APPLE. ആപ്പിൾ. APPLE
LE ആപ്പിൾ. ഇതാണ് ഫസ്റ്റ് ഫ്രൂട്ട്. ജ്യൂസി ഫ്രൂട്ടിലെ ഫസ്റ്റ് ഫ്രൂട്ട് ഏതാണ്? ആപ്പിൾ. പറഞ്ഞേ, ആപ്പിൾ. APPLE ആപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൂട്ട് നോക്കിയേ. എന്താ ഈ ഫ്രൂട്ട്? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ആക്ച്വലി ദിസ് ഈസ് ഓറഞ്ച്. ഓറഞ്ച് ആണ്. നിങ്ങൾക്കറിയാവുന്ന ഓറഞ്ച് ഇങ്ങനെ അല്ല ഇരിക്കുന്നത്, കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ. അതിവർ എടുത്തപ്പോൾ ഉള്ള ഫ്രൂട്ട് ഇങ്ങനെയായിരുന്നു. ഒരു പടം വരച്ച് വന്നപ്പോൾ ഉള്ള ഫ്രൂട്ട് ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങൾ ഓറഞ്ചാണ് കേട്ടോ. അത് ഓറഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഓറഞ്ച് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓറഞ്ച് ഏതാണിത്? ഓറഞ്ച്. പറഞ്ഞേ, ഓറഞ്ച്. പറയൂ, ഓറഞ്ച്. ഓക്കെ, ഓറഞ്ചിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് പറയാം. ഓ, ടീച്ചറിനൊപ്പം പറയണേ. ORANGE. ഓറഞ്ച്. ടീച്ചറിനൊപ്പം പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളത് ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒന്നും പഠിക്കാനില്ല കേട്ടോ. പറഞ്ഞു പഠിച്ചാൽ മതി. സ്പെല്ലിങ് എഴുതിയൊന്നും പഠിക്കണ്ട. ഓക്കെ, വൺസ് അഗെയിൻ. ORANGE. ഓറഞ്ച്. പറഞ്ഞേ, ഓറഞ്ച്. നമ്മൾ ഏതാ ഫ്രൂട്ട് പറഞ്ഞേ? ഏതായിരുന്നു ഇത്? സേ ലൗഡ്ലി. ഓറഞ്ച്. ഓറഞ്ച്. ഓരൊക്കെ പറയൂ. ടീച്ചറെ കേൾക്കുന്നില്ല. ഐ കാൻ ഹിയർ. എനിക്ക് കേൾക്കുന്നില്ല. ഓരൊക്കെ പറയൂ. ഓറഞ്ച്. സ്പെല്ലിംഗ് പറയാം നമുക്ക്. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ഓറഞ്ച്? സ്പെല്ലിംഗ് ഓഫ് ഓറഞ്ച്. ORANGE. ഓറഞ്ച്. വൺസ് അഗെയിൻ. ORANGE. ഓറഞ്ച്. ഓക്കെ ആയോ? നമ്മൾ ഏതൊക്കെയാണ് ഫ്രൂട്ട് പഠിച്ചേ? ആപ്പിൾ, ദെൻ ഓറഞ്ച്. നെക്സ്റ്റ് ഫ്രൂട്ട് ഏതാ? ഗുവ. ഇതാണ് ടീച്ചർ പറഞ്ഞേ, ഗുവ. എന്താ ഗുവ? പേരയ്ക്ക അല്ലേ? ഗുവ എന്താണ്? പേരയ്ക്ക. നിങ്ങൾ കണ്ടിട്ടില്ലേ പേരയ്ക്ക? പേരയ്ക്ക ഒത്തിരി നല്ല ഫ്രൂട്ടാണ് കേട്ടോ. ഏറ്റവും ആപ്പിൾ നല്ല ഫ്രൂട്ടാണ്, ഓറഞ്ച് നല്ല ഫ്രൂട്ടാണ്, പേരയ്ക്ക കുറച്ചും കൂടി നല്ല ഫ്രൂട്ടാണ് കേട്ടോ. ഗുവ. എന്താ പറയുക അതിനെ? ഗുവ. പറഞ്ഞേ, ഗുവ. ഉറക്കെ പറയൂ, ഗുവ. ഓക്കെ, ഗുവ പറഞ്ഞ എന്താണ്? പേരയ്ക്ക. ഓക്കെ, പേരയ്ക്ക കണ്ടില്ല? ഇങ്ങനെ വീട്ടിലുണ്ടോ പേരയ്ക്ക? വീട്ടിലുണ്ടോ പേരയ്ക്ക? ഉണ്ടോ? ചിലവരുടെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ പേരയ്ക്ക. നമ്മളിങ്ങനെ മുകളിലൊക്കെ കയറി പറിക്കാറുണ്ടോ പേരയ്ക്ക? ഉണ്ടല്ലേ. നിങ്ങൾ പച്ചയാകുമ്പോൾ തന്നെ പറിച്ചത് കഴിക്കൂല്ലേ? പഴുത്ത നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ അകത്തൊക്കെ നല്ല റോസ് കളറിൽ വരും, പിങ്ക് കളറിലൊക്കെ വരും. ഓക്കെ, സോ ദിസ് ഈസ് ഗുവ. പറഞ്ഞേ, ഗുവ. നമുക്ക് സ്പെല്ല് ചെയ്യാം. സ്പെല്ലിംഗ് പറഞ്ഞാലോ? എന്താ ഗുവയുടെ സ്പെല്ലിംഗ്? GUA. ടീച്ചറിനൊപ്പം പറയണ സ്പെല്ലിംഗ് കേട്ടോ. VA. ഗുവ. വൺസ് അഗൈൻ. GUAVA. ഗുവ. Once again, Goa. What is the spelling of Goa? GUA.
E V E guava. Okay, so apple, orange, guava. നെക്സ്റ്റ് ഫ്രൂട്ട് നോക്കാം നമുക്ക്. ഏതായി ഫ്രൂട്ട്? ആ നിങ്ങൾക്ക് അറിയാം അല്ലേ, വാട്ടർമെലൺ. വിച്ച് ഈസ് ദിസ് ഫ്രൂട്ട്? ദിസ് ഈസ് വാട്ടർമെലൺ. സേ ലൗഡ്ലി, വാട്ടർമെലൺ. വാട്ട് ഈസ് ദിസ്? വാട്ടർമെലൺ. എന്താ വാട്ടർമെലൺ എന്ന് പറയാൻ? ഇതിൽ നിറയെ വെള്ളമാണല്ലേ, നല്ല ജ്യൂസിയാണത്. അതുകൊണ്ടാണ് ഇതിനെ വാട്ടർ പറഞ്ഞാൽ എന്താ? വെള്ളം, നിറയെ വെള്ളമുള്ള ഫ്രൂട്ടാണ് നമ്മുടെ വാട്ടർമെലൺ. സോ ദിസ് ഈസ് വാട്ടർമെലൺ. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ എന്താ? തണ്ണിമത്തങ്ങ. എന്താണ്? തണ്ണിമത്തങ്ങ. വാട്ടർമെലൺ. സേ ലൗഡ്ലി, ദിസ് ഈസ് watermelon. What is this? This is watermelon. Okay, നമുക്ക് സ്പെൽ ചെയ്താലോ? What is the spelling of watermelon? Okay, that is W. Say loudly, W A T E R. Water. W A T E R. Water. Then M E L O N. Melon. What is this? Watermelon. നമുക്ക് ഫുള്ളായിട്ട് സ്പെല്ലിംഗ് പറഞ്ഞാലോ? ടീച്ചറൊപ്പം പറയണേ. W A T E R M E L O N. Watermelon. Say loudly, watermelon. Watermelon എന്താണ്? തണ്ണിമത്തങ്ങ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൂട്ട് ഏതാണ്? ബനാന. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ അല്ലേ? വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട്? ദിസ് ഈസ് ബനാന. ബനാന എല്ലാവരും കഴിച്ചിട്ടില്ലേ? ഉണ്ടല്ലേ. എല്ലാ ഫ്രൂട്ടും നിങ്ങളെല്ലാവരും കഴിച്ചതാ അല്ലേ? ദിസ് ഈസ് ബനാന. വാഴപ്പഴം അല്ലേ? ആ, വാഴയിലുണ്ടാവുന്ന പഴമാണ് വാഴപ്പഴം. ദിസ് ഈസ് ബനാന. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ബനാന? ടീച്ചറിനൊപ്പം പറഞ്ഞേ, എന്താ സ്പെല്ലിംഗ്? B E N A N A. കണ്ടോ? ബനാന. B A N A N A. ബനാന. കണ്ടോ? ഈ നാന എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ NA എന്ന് റിപ്പീറ്റ് ചെയ്തു. രണ്ടാമതേയും പറഞ്ഞു അല്ലേ? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ രണ്ടാമതേയും പറഞ്ഞു അല്ലേ? ബനാന. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ബനാന. സേ ലൗഡ്ലി, ബനാന. വെരി ഗുഡ്. ദിസ് ഈസ് ബനാന. ബനാന കഴിക്കണം കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്ത ഫ്രൂട്ട് ഏതാ? നെക്സ്റ്റ് വൺ ഈസ് പപ്പായ. വാട്ട് ഈസ് ദിസ്? പപ്പായ. നിങ്ങൾ പപ്പായ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലില്ലേ പപ്പായ? ഉണ്ടോ? ആ, ഇല്ലെങ്കിൽ
അച്ഛനോട് അമ്മയോട് പറയട്ടോ ഒരു പപ്പായ. പപ്പായ എന്താ പപ്പങ്ങ എന്നൊക്കെ നമ്മൾ പറയില്ലേ, കപ്പങ്ങ പപ്പങ്ങ എന്നൊക്കെ പറയൂല്ലേ, അതാണ് പപ്പായ. അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വെജിറ്റബിൾ ആയിട്ടും അത് ഉപയോഗിക്കും അല്ലേ, ചെയ്യില്ലേ? ഈ ബനാനയും നമ്മൾ വെജിറ്റബിളായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലേ, കറിക്കൊക്കെ ഇടാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ പപ്പായയുടെ തോരനൊക്കെ നല്ലതാണ്. പപ്പായ വൈറ്റമിൻ സി ആണല്ലേ. നമുക്ക് മുടിയൊക്കെ വളരും, നല്ല ഭംഗി ഉണ്ടാവും, നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആവും. അതുകൊണ്ട് പപ്പായ കഴിക്കണം കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും. നല്ല സ്കിൻ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ തൊലിയൊക്കെ ഇല്ലേ, സ്കിന്നൊക്കെ, ആ സ്കിന്നൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആവും. സോ ദിസ് ഈസ് പപ്പായ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പപ്പായ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് പപ്പായ? എന്താ സ്പെല്ലിംഗ് പപ്പായയുടെ? നമുക്ക് നോക്കാം. P A P A Y A, papaya. What is the spelling of papaya? Once again, P A P A Y A. This is papaya. Say loudly, papaya. നിങ്ങൾ പറയുമ്പോൾ ഓരോന്നിൻ്റെയും ടീച്ചർ പറയണതിനൊപ്പം പെൻസിൽ വച്ചിട്ട് ഇവിടെ ടച്ച് ചെയ്ത് വേണം പറയാൻ കേട്ടോ. ടീച്ചർ പറയണതനുസരിച്ച് ഇവിടെ ടച്ച് ചെയ്തിട്ട് വേണം പോവാൻ. ദിസ് ഈസ് പപ്പായ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പപ്പായ. സോ നമുക്ക് ആദ്യം തൊട്ട് നോക്കിയാലോ ഫ്രൂട്ട്സ്. നോക്കിക്കേ. ആപ്പിൾ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആപ്പിൾ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് ആപ്പിൾ? ആപ്പിളിൻ്റെ സ്പെല്ലിംഗ് എല്ലാവരും ടച്ച് ചെയ്യണേ. എ പി പി എൽ ഇ, ആപ്പിൾ. ആപ്പിൾ. APPLE, apple. Next fruit is, this is orange. What is this? This is orange. What is the spelling of orange? എല്ലാവരും ടച്ച് ചെയ്യണേ. ORANGE, orange. Orange. ORANGE, orange. Next fruit is guava. What is this? This is guava. What is the spelling of guava? GUAVA, guava. GUAVE, guava. Okay. Next fruit ഏതാ നമ്മൾ നോക്കിയേ. This is watermelon. What is this fruit? This is watermelon. What is the spelling of watermelon? WATER. Water. MELON. Watermelon. Watermelon. Okay. Next fruit is banana. What is this fruit? This is banana. What is the spelling of banana? BANANA. Banana. What is this? This is banana. Next one is papaya. Very good. This is papaya.
What is the spelling of papaya? We can spell it. This is P. P A P A Y A. Papaya. This is papaya. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫ്രൂട്ട് പഠിക്കാം. നമുക്കറിയാവുന്നത്രയും പറഞ്ഞ് കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് പറയണത്രയും പറഞ്ഞാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഫ്രൂട്ട് ടീച്ചർ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം കൂടെ പഠിക്കണമെന്നില്ല. കുറച്ച് 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 പഠിച്ചാൽ മതി. ടീച്ചർ പറയട്ടെ നെക്സ്റ്റ് ഫ്രൂട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രൂട്ടാണ്. വാട്ട് ഈസ് ദിസ്? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? യെസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് pineapple. What is this fruit? This is pineapple. Say loudly, pineapple. Tasty alle? Very tasty alle? Very sweet also. ഭയങ്കര സ്വീറ്റാണ്. മധുരം ഉണ്ടല്ലേ? നല്ല മധുരം ഇല്ലേ? യെസ്, ദിസ് ഇസ് എ സ്വീറ്റ് ഫ്രൂട്ട്. ദിസ് ഇസ് pineapple. We can spell it. What is the spelling? P I N E. Pine. Then apple ന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഓൾറെഡി? What is the spelling of apple? A P P L E. Apple. സോ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാൽ പൈൻ ആപ്പിൾ. പൈനാപ്പിൾ. പി ഐ എൻ ഇ എ പി പി എൽ ഇ. പൈനാപ്പിൾ. ടീച്ചറിനൊപ്പം പറഞ്ഞോ എല്ലാവരും? പറഞ്ഞോ? ദിസ് ഈസ് പൈനാപ്പിൾ. What is this fruit? This is pineapple. Okay? നമുക്ക് നെക്സ്റ്റ് ഫ്രൂട്ടിലേക്ക് പോവാം. വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വളരെ കോമൺ ആണ് ഈ ഫ്രൂട്ട്. ഒരുപാടുണ്ടല്ലേ? എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ട് ധാരാളമായിട്ട്. വാട്ട് ഈസ് ദിസ് ഫ്രൂട്ട്? മാംഗോ. വാട്ട് ഈസ് ദിസ്? മാംഗോ. മാംഗോ എല്ലാവരുടെ വീട്ടിലില്ലേ? എന്താ മാംഗോ? മാങ്ങ അല്ലേ? മാങ്ങ എന്താ സ്പെല്ല് ചെയ്യണത് നമ്മൾ? സ്പെല്ല് ചെയ്യാം നമുക്ക്. നോക്കിയേ. എം എ എൻ ജി ഒ. മാംഗോ. വാട്ട് ഈസ് ദ സ്പെല്ലിംഗ് ഓഫ് മാംഗോ? സേ ലൗഡ്ലി. എം എ എൻ G O. Mango. M A N G O. Mango. M A N G O. Mango. കിട്ടിയോ ഫ്രൂട്ട്? നെക്സ്റ്റ് ഫ്രൂട്ട് എന്താ നോക്കി. ഇത് നിങ്ങളെപ്പോഴും അറിയാവുന്ന അല്ലേ? ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് കളറുണ്ട്. ദിസ് ഈസ് ഗ്രേപ്സ്. What is this fruit? Grapes. Say loudly. Grapes. മുന്തിരിങ്ങ ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മുന്തിരിങ്ങ പുളിക്കുന്ന കുറുക്കൻ്റെ കഥ. ഉണ്ടോ? മുന്തിരിങ്ങ കിട്ടാതായപ്പോൾ അയ്യേ എനിക്കത് വേണ്ട, അത് എന്താണ് പുളിക്കും എന്ന് പറഞ്ഞൊരു കുറുക്കൻ്റെ കഥ പഠിച്ചിട്ടുണ്ടല്ലേ? മുന്തിരിങ്ങ നിങ്ങൾ ഇഷ്ടമായി കഴിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടല്ലേ? What is this fruit? This is grapes. Say loudly, grapes. Say loudly, grapes. What is the spelling of grapes? Yeah, നമുക്ക് പറയാം അല്ലേ? ടച്ച് ഇറ്റ്. എല്ലാവരും ടച്ച് ചെയ്ത പെൻസിൽ വെച്ചിട്ട് G R A P E. Yes, grapes. What is the spelling of grapes? G R A P
is grapes. What is the spelling? Grapes. Grapes. Say loudly. This is grapes. Okay. നമുക്ക് ഈ 3 ഫ്രൂട്ട് ഒന്നുകൂടെ പറഞ്ഞാലോ? പൈനാപ്പിൾ, mango, grapes. Once again, pineapple, mango and grapes. Okay? ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച 3 ഫ്രൂട്ട്സ്. ഓക്കെ, ഇപ്പോൾ ടീച്ചർ സ്പെല്ലിങ് പറഞ്ഞതിൽ ആരും പേടിക്കണ്ട കേട്ടോ. സ്പെല്ലിങ് നിങ്ങൾക്ക് എഴുതാനൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോന്നും എന്താണെന്ന് പഠിക്കും. കുറേ പ്രാവശ്യം ടച്ച് ചെയ്ത് വരുമ്പോൾ ഓരോ ലെറ്റർ നിങ്ങളുടെ മനസ്സിൽ ബൈ ഹേർട്ടാവും അല്ലേ? ഇത് പി ആണ്, ഇത് ഐ ആണ്, അങ്ങനെ അങ്ങനെ ഓരോ ഈച്ച് ആൻഡ് എവ്രി ലെറ്റർ, ഓരോ ലെറ്റർ നിങ്ങളുടെ മനസ്സിൽ പതിക്കും. അതുകൊണ്ടാണ് ടീച്ചർ സ്പെല്ലിങ് പറയണേ. നിങ്ങൾക്ക് സ്പെല്ലിംഗ് ഒന്നും പഠിക്കാനില്ല കേട്ടോ, പേടിക്കണ്ട. പറയാനേ ഉള്ളൂ നിങ്ങൾക്ക് കേട്ടോ, ഫ്രൂട്ട് ചെയ്താന്നൊക്കെ. എന്നാലും മക്കൾ പഠിക്കണം കേട്ടോ, നല്ല മക്കളായിട്ട് പഠിക്കണേ. അപ്പം ദീസ് ആർ ദി ഫ്രൂട്ട്സ്. ഇതെന്ത് ഫ്രൂട്ട്സ് നമ്മൾ പഠിച്ചേ? ജ്യൂസി ഫ്രൂട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ മക്കളെ? ജ്യൂസി ഫ്രൂട്ട്സ് ഓക്കെ അല്ലേ? എല്ലാം കൂടെ ടീച്ചർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ ഇപ്പോൾ 3 ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നതെങ്കിൽ ആ 3 ഫ്രൂട്ട്സ് നന്നായിട്ട് പഠിക്കുക. ടീച്ചർ അയച്ചു തരാം. അഗൈൻ വീണ്ടും ട്രൈ ചെയ്യണം അടുത്ത 3 ഫ്രൂട്ട്സ് പഠിക്കാനായിട്ട്. പിന്നെയും ട്രൈ ചെയ്യണം. പിന്നെ അഗൈൻ അടുത്ത 3 ഫ്രൂട്ട്സ് പഠിക്കാൻ വീണ്ടും ട്രൈ ചെയ്യണം. അങ്ങനെ ടോട്ടൽ എത്ര ഫ്രൂട്ട്സ് ഉണ്ട്? 9 ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? ജ്യൂസി ഫ്രൂട്ട്സ് ആണിത്. 9 ഫ്രൂട്ട്സും പഠിച്ച് ടീച്ചറിന് ഒരു ദിവസം അയച്ചു തരണം. അപ്പോൾ ഒരു ദിവസം 3 പഠിച്ചിട്ടുള്ളൂ, 3 പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അയക്കാതിരിക്കണ്ട കേട്ടോ. 3 ഫ്രൂട്ട്സ് ടീച്ചർ അയക്കുക. പിന്നെ നമ്മൾ 6 പഠിക്കുമ്പോൾ ആ 6ഉം കൂടെ അയക്കുക. അഗെയിൻ 9 ഫ്രൂട്ട്സും പഠിച്ച് തീരുമ്പോൾ 9 ഫ്രൂട്ട്സും കൂടെ ടീച്ചറിന് അയച്ചു തരും. അയച്ചു തരില്ലേ മക്കളെ? അയച്ചു തരണം. ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, സോ ടീച്ചർ അയച്ചു തരണേ. ഇന്നത്തെ ക്ലാസ് ടീച്ചർ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ ടീച്ചർ ക്ലാസ് തീർന്നു. ഓക്കെ, പൊക്കോട്ടെ ടീച്ചർ, പോണേ. നാളെ കണ്ടോ. See you tomorrow. Bye bye. Have a nice day.